ഹലോ, ഇന്ന് നമുക്ക് മുട്ടയും ഈസ്റ്റും ഒന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗുണ്ടുമണി ഡോണറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന എല്ലാ ടിപ്സും ഫോളോ ചെയ്താണ്ടല്ലോ നമുക്ക് കടയിൽ കിട്ടുന്ന അതേപോലത്തെ നല്ല ടേസ്റ്റി ഡോണറ്റ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഐ വെൽക്കം യു ഓൾ ടു പ്ലാറ്റേഴ്സ് മലയാളം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാലെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുത്തു വയ്ക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്ന് കുറച്ച് നേരം കർഡലാവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. ഈ 1 കപ്പ് എന്ന് വെച്ചാൽ എൻ്റെ 240 ml ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ എല്ലാ സാധനങ്ങളും ഞാൻ അളന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. പിന്നെ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടർ സോൾട്ടഡ് ആണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അൺസോൾട്ടഡ് ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, അധികം പുളി ഇല്ലാത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാത്തിനും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടറും തൈരും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മളെ മൈദയിൽ നല്ല രീതിയിൽ തന്നെ കോട്ടായി കിട്ടണം. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച പാലും വിനാഗിരിയും ഇല്ലേ, അതെടുത്തുകൊണ്ട് വരാം. നമ്മളെ പാലും വിനാഗിരിയും ഒക്കെ ഇരുന്ന് കണ്ടില്ലേ, ബട്ടർ മിൽക്ക് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം ഇനി ഉടനെ തന്നെ ഉണ്ടാക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സോഡാപ്പൊടിയും തൈരും വിനാഗിരിയും ഒക്കെ ഒന്ന് റിയാക്ട് ചെയ്യാൻ സമയം കൊടുക്കണം. നമ്മൾ എഗ്ലെസ് ആയിട്ടുള്ള ഡോണറ്റെല്ലാം ഉണ്ടാക്കണേ, അതുകൊണ്ട് തന്നെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫെർമെൻ്റ് ആവാൻ വേണ്ടി 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫെർമെൻ്റ് ആയിട്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു നെറ്റ് പോലത്തെ ടെക്സ്ചർ, അതിന് ഫെർമെൻറ്റേഷൻ നടന്നതിൻ്റെ ഒരു സൂചന. ഇനി നമുക്കിതിന് ലൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലോ ഇട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഈ ഉരുളേനെ ഒന്ന് മൈദയിൽ ആദ്യം മുക്കിയെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി ഈ മാവ് പരത്താൻ നേരത്ത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ മാവ് വല്ലാണ്ട് കനം കുറച്ച് പരത്തരുത്. വല്ലാണ്ട് കനം കുറച്ച് പരത്തിയാണ്ടല്ലോ നമ്മൾ വറക്കാൻ നേരത്ത് ഇത് വീർത്ത് വരില്ല നമ്മുടെ ഡോണറ്റ്സ്. നമ്മുടെ ഡോണറ്റ്സ് നല്ല ഗുണ്ടുമണിയായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ മാവ് പരത്തുമ്പോൾ ഈ മാവ് നമ്മൾ ഈ പലകയുടെ മുകളിൽ നിന്ന് എടുത്തെടുത്ത് തിരിക്കരുത് കേട്ടോ. ഈ പലകേനെ തിരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാവിനെ പലകയുടെ മുകളിൽ നിന്ന് എടുത്ത് തിരിക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് കട്ടി കൂടുതലും ചില സ്ഥലത്ത് കട്ടി കുറഞ്ഞതും ആയിപ്പോവും. അപ്പോൾ നമ്മൾ വറക്കാൻ നേരത്ത് നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് റൗണ്ടായിട്ട് ഫ്ലഫി ആയി കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കിയത് ഈ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ കേട്ടോ. ഇനി ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി. ഈ സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് റൗണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ ഒരു പ്രാവശ്യം പരത്തുമ്പോൾ തന്നെ നമുക്ക് 3-4 ഡോണറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇത് പരത്തിയതിന് ശേഷം ബാക്കി വന്ന മാവ് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാം. ഇനി ഡോണറ്റിൻ്റെ നടുക്കുള്ള ഹോള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുപ്പിയുടെ അടപ്പോ അല്ലെങ്കിൽ ഈ മരുന്ന് കുപ്പികളുടെ കൂടെ കിട്ടില്ലേ മെഷർ ചെയ്യാനുള്ള സംഭവം, അതും വെച്ച് നമുക്ക് ഇതിനെ ഹോളാക്കിയെടുക്കാം. ആദ്യം മൈദയിൽ മുക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ മാവ് ഇതിലേക്ക് ഒട്ടിപ്പിടിച്ച് ആ ഷേപ്പ് മൊത്തം പോകും നമ്മുടെ ഡോണറ്റിൻ്റെ. മൈദയിൽ മുക്കിയിട്ട് ചെയ്താൽ കണ്ടില്ലേ എന്ത് എളുപ്പത്തിൽ അത് ഹോളായി കിട്ടണേ. ഈ മാവ് നമുക്ക് ആ ബാക്കിയുള്ള മാവിൻ്റെ കൂടെ തന്നെ കൂട്ടി കുഴച്ച് നമുക്ക് പിന്നെയും പരത്തിയെടുക്കാം കേട്ടോ, കളയരുത്. ഇനി അടുത്ത ട്രിപ്പ് പരത്തിയെടുക്കുന്നതിന് മുമ്പ് ഈ പരത്തി വെച്ച ഡോണറ്റിനെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡോണറ്റ് വെച്ച് കൊടുക്കാം. എന്നാലും അത് ഒട്ടി പിടിക്കാണ്ടിരിക്കല്ലോ കേട്ടോ. അപ്പോൾ ബാക്കി വന്ന മാവ് വെച്ച് ഞാൻ പിന്നെയും ഡോണറ്റ് ഷേപ്പ് പരത്തിയെടുത്തു കേട്ടോ. ഇങ്ങനെ പരത്തി നമുക്ക് ലാസ്റ്റ് വരുന്ന മാവ് ഉണ്ടല്ലോ, കുറച്ച് മാവ് ബാക്കി വരും. അത് നമുക്ക് ഒറ്റ സിംഗിൾ ഡോണറ്റായിട്ട് പരത്തിയെടുക്കാം. അതുകൊണ്ട് കളയരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഡോണറ്റ് ഷേപ്പാക്കി എടുത്തത്. ഇനി നമുക്ക് ഈ ഡോണറ്റ് വറുക്കാനുള്ള എണ്ണ ചൂടാക്കി എടുക്കാം. ഈ ഡോണറ്റ് എണ്ണയിൽ ഇടാൻ നേരത്ത് ഈ എണ്ണയുടെ ചൂട് മീഡിയം പാടല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഡോണറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് ഉള്ളിൽ വെവാണ്ട് നമ്മുടെ മോൾ ഭാഗം മാത്രം കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിം ആണെങ്കിൽ. പിന്നെ ഈ ഡോണറ്റ് എണ്ണയിൽ ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അത് തന്നെത്താൻ അത് മുകളിലേക്ക് പൊങ്ങി വരും. അതുവരെ ഒന്ന് കാത്തിക്കുക. പൊങ്ങി വന്നതിന് ശേഷം അതിൻ്റെ അടിഭാഗം ഒരു ലൈറ്റായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം കൂടുതൽ ഡാർക്ക് ബ്രൗൺ കളർ ആവാൻ വേണ്ടി കാത്തിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ അത് ഉള്ളിൽ നിന്ന് ഭയങ്കര ഹാർഡായി പോകും നമ്മുടെ ഡോണറ്റ്. അതുകൊണ്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ഇതുപോലത്തെ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ എല്ലാ ഡോണറ്റും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു 7 ഡോണറ്റ് കിട്ടിയിട്ടോ ഇത്ര മാവ് വെച്ച്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ.
ഇനിയിപ്പോൾ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയില്ലേ. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പണി ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി നമുക്കൊരു 1/4 കപ്പ് വെച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും എടുക്കാം. ഈ ഡിസൈനിങ് പണി ഏത് ചോക്ലേറ്റ് വെച്ചും ചെയ്യാം കേട്ടോ. മിൽക്കി ബാറും ഡയറി മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഏത് ചോക്ലേറ്റ് ആയാലും മതി. ഇനി ഈ ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഡബിൾ ബോയിലർ മെത്തേഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നറിയോ? ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ബൗൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളതിൽ മൈക്രോവേവ് ഓവൻ ഉണ്ടെങ്കിൽ അതിലായാലും മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഈ വെള്ളം തിളച്ചിട്ട് വരുന്ന ആവി കൊണ്ട് വേണം നമ്മളുടെ ഈ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാൻ. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കുക കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതി നമ്മളുടെ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റായി കിട്ടാൻ. വളരെ ഈസിയാണ്. ചോക്ലേറ്റ് ഒന്ന് ഒരുവിധം മെൽറ്റായതിന് ശേഷം നമുക്ക് ഈ ബൗളിനെ നമ്മളുടെ വെള്ളത്തിൻ്റെ പാത്രത്തിൻ്റെ മുകളിൽ നമുക്ക് ഇറക്കി താഴെ വയ്ക്കാം. എന്നിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ചോക്ലേറ്റ് നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തതിന് ശേഷവും ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മൾ ഈ ചോക്ലേറ്റ്സിന് ഒരു ഷൈൻ കിട്ടും. അപ്പോൾ ഈ ഡോണറ്റ്സിന് മുകളിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ തിളങ്ങും. നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമ്മൾ ഡോണറ്റ്സ് ഓരോന്നായി ചോക്ലേറ്റിൽ മുക്കി കൊടുക്കുക. ഒരു പകുതി പോർഷൻ മുക്കിയാൽ മതി കേട്ടോ. കണ്ടില്ലേ ഇതുപോലെ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കുക. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള ചോക്ലേറ്റൊക്കെ ഡ്രിപ്പായി പൊക്കോളും. എന്നിട്ട് അതിനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വൈറ്റ് ചോക്ലേറ്റിലും ഡോണറ്റിനെ മുക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെ ഇതുപോലത്തെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള റെസിപ്പീസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഈ ഡോണറ്റ്സിന് മുകളിലും കൂടി ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ട് വേണം ഡിസൈൻ ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ഡോണറ്റിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് വേണം ഡിസൈൻ ചെയ്തെടുക്കാൻ. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഇതുപോലെ 1 ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ നമ്മളുടെ. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ലൈൻ വരച്ച് കൊടുത്താൽ മതി. എളുപ്പമല്ലേ? എല്ലാവരും വീട്ടിലും സ്പൂൺ ഉണ്ടാവുമല്ലോ. പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി അടുത്ത ഡോണറ്റിന് മുകളിൽ ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഇത് കേക്കിൻ്റെ മുകളിലിടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച സ്പ്രിങ്കിൾസ് കേട്ടോ. അത് ബാക്കി വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു യൂസായി. ഈ ഡിസൈനൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. ഇനി നെക്സ്റ്റ് ഡിസൈൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചാട്ടോ. ഇത് നമ്മൾ കൊപ്രയില്ലേ, ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന കോക്കനട്ട് കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ആയാലും പൊടിച്ച പഞ്ചസാര ആയാലും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചുള്ള ഡോണറ്റ്സിൻ്റെ ഡിസൈൻ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഡോണറ്റ്സിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അതേ വൈറ്റിൻ്റെ മുകളിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഈ ഡ്രിപ്പിംഗ് ഡിസൈൻ ചെയ്യാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് കാണാൻ എന്ത് ഭംഗിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വൈറ്റ് ഡോണറ്റിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഈ ഡോണറ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഈ ചോക്കോ ചിപ്സൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഡോണറ്റ്സും ഡിസൈൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, കടയിൽ കിട്ടുന്ന ഡോണറ്റ്സ് നമുക്ക് അതേ ടേസ്റ്റിലും അതേ ലുക്കിലും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, മുട്ടയും ഈസ്റ്റും ഇല്ലാതെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഡോണറ്റ്സ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.